ഹലോ കൂട്ടുകാരെ, 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഐറിഷ് ഹൊറർ ഡ്രാമ ഫിലിമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഒരു സൂമ്പി പടം. ദ ക്വേർഡ് എന്നാണ് സിനിമയുടെ പേര്. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. യൂറോപ്പ് മൊത്തം മെയ്സ് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് പരന്നിരിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ രണ്ടുപേരെയാണ് കാണിക്കുന്നത്, സെനാനെയും പിന്നെ അതുപോലെ തന്നെ കോണറിനെയും. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു സൂംബി വൈറസും കാര്യങ്ങളൊക്കെ പിടിപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുടെ ആ ഒരു അസുഖം കാര്യങ്ങളൊക്കെ, അതായത് ക്യൂർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഇവർ രണ്ടുപേരും. രോഗമൊക്കെ മാറിയിട്ട് ഇപ്പോൾ സാധാരണ ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലേക്ക് ഇവരെ വിടാനായിട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ റിഹാബിലിറ്റേഷൻ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നീ മര്യാദയ്ക്ക് നിന്നോണം, മറ്റുള്ളവരുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിക്കോളം എന്നൊക്കെ ചുമ്മാ പറഞ്ഞ് വിടുന്നുണ്ട്. അയാളുടെ പേര് സർജൻ കാൻഡർ എന്നാണ്. ഇപ്പം ഈ ബസ്സിൽ പോകുന്നവരെല്ലാവരും തന്നെ രോഗവിമുക്തരായിട്ടുള്ളവരാണ്. പക്ഷേ സൊസൈറ്റിയിൽ ജീവിക്കുന്ന, അതായത് ഇതുവരെ സോംബി രോഗം മറ്റൊന്നും പിടിപെടാത്ത ഒരുപാട് പേർക്ക് ഇവരെ ഈ ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ ഈ ഒരു ബസ് പോകുന്ന വഴികളിലൊക്കെ മുദ്രാവാക്യവും മറ്റ് സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഇവരിഞ്ഞും ഈ ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇനിയും ഈ സോംബി രോഗം പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്, അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മൊത്തം അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഈ അസുഖം മാറി വന്നിട്ടുള്ള പല ആളുകളുടെയും വീട്ടുകാർ അവരെ വീട്ടിലൊന്നും കയറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആബിയെയാണ്, അതായത് സെനാൻ്റെ ചേട്ടൻ്റെ ഭാര്യ. അവൾക്കൊരു മകനുണ്ട്. സെനാൻ നേരെ ഈ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് ഇവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയായിരുന്നു അവൻ പണ്ട് തൊട്ടേ താമസിക്കുന്നതും. സെനാൻ്റെ ബ്രദറിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയുമെന്ന് ആബി അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. സെനാന് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കാനായിട്ട് ആബി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം സെനാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആബിയുടെ മകനുമൊത്ത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഒരു തരത്തിലുള്ള വിഷൻസും മറ്റൊക്കെ വരികയാണ്. അതായത് സൂംബി രോഗം വന്നിട്ടുണ്ടായിരുന്നപ്പോൾ അവനുണ്ടായിരുന്ന അതേ ഒരു പ്രതീതിയും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടപ്പോൾ അവൻ നേരെ വീടിൻ്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, സെനാൻ്റെ ബ്രദറിനെ ഇവൻ തന്നെയായിരുന്നു സൂംബി ആയപ്പോൾ കടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ബ്രദർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആബിയുടെ അടുത്ത് ഇവർ പറയാനും വയ്യ. ഇവൻ ആകെ സങ്കടത്തിലാണ്. സെനാന് ഈ ഒരു രോഗം ഇനിയും വരുമെന്നുള്ള പേടി ആബിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കോണറിനെയാണ്. അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ കൊങ്ങിക്ക് കയറി പിടിക്കുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, കോണർ സൂംബിയായി മാറിയപ്പോൾ അവൻ്റെ അമ്മയെ വരെ കടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യം കൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ അവനെ വീട്ടിൽ കയറ്റുന്നില്ല. പുള്ളിക്കാരാണെങ്കിൽ കാറും എടുത്ത് പുറത്തേക്ക് പോവാണ്. സൂംബി രോഗം വന്നിട്ട് മാറിയ ക്യൂർഡ് ആയിട്ടുള്ള എല്ലാ ആളുകളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അടുത്ത ദിവസം നമ്മുടെ സെനാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു റീഹാബിലിറ്റേഷൻ ഓഫീസർ നിർദ്ദേശിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ജോലിക്കായിട്ട് പോവുകയാണ്. ക്യൂർഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. കാരണം സമൂഹം അവരെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. സിനാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു സൂംബി രോഗം വന്നിട്ടുള്ള ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടുത്തെ ഡോക്ടർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കാനായിട്ട് സഹായിയായിട്ട് കൂടെ നിർത്താനായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സേനാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണ്. പുള്ളിക്കാരി സൂംബികളുടെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെഡിസിൻസും മറ്റൊക്കെ നൽകാനായിട്ട് ആ ഒരു ഡോക്ടറെ സഹായിക്കുന്നത് സെനാനാണ്. ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കോണറിനെയാണ്. ആബിയും മകനും കൂടി അവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് കോണർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതായത് സെനാൻ്റെ കൂടെയാണ് ആബി താമസിക്കുന്നതെന്ന് ഈ കോണറിനറിയാം. ഇതേ സമയം ഇവിടെ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെനാന് ആ ഒരു സോംബി സ്ത്രീയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ഡോക്ടറും കാണുന്നുണ്ട്. പുള്ളിക്കാരി അതൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ കോണറാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂർഡ് ആയിട്ടുള്ള ആളുകൾക്കൊരു സംഘടന ഉണ്ടാകും. അവൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് സെനാൻ്റെ അടുത്ത് കോണർ ആവശ്യപ്പെടുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഒരു റിഹാബിലിറ്റേഷൻ ഓഫീസർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നതും അതുപോലെ തന്നെ കോണറിനെ അവിടെ ഇട്ടിട്ട് ചവിട്ടി കൂട്ടുന്നതും, നീ എന്താ ജോലിക്കും മറ്റും പോവാത്തത്, നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഒരേ ഭീഷണിപ്പെടുത്തലാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് നമ്മുടെ സെനാന്. കോണറിനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ക്യൂർഡ് ആയിട്ടുള്ള ആളുകളും ഇപ്പോൾ കോണറിൻ്റെ സൈഡ് പിടിക്കാനായിട്ട് നോക്കും. അതായത് ക്യൂർഡ് ആയിട്ടുള്ള ആളുകളെ എല്ലാവരും, ബാക്കിയുള്ള സമൂഹത്തിലുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവരൊരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇറങ്ങുകയാണ്, അതായത് ഗവൺമെൻറ്റിനെതിരെ. ഇതേ സമയം വീട്ടിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ സിനാനാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള, അവൻ സൂംബിയായി മാറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഓർമ്മകളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം ആബി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഹസ്ബൻഡായിരുന്ന ലൂക്കിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ അവളുടെ ലാപ്ടോപ്പിലിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ വിചാരം അവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. അന്ന് ജോലിക്കായിട്ട് നമ്മുടെ ആബി പുറത്തേക്ക് പോകുമ്പോൾ കോണർ അവളെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് സെനാൻ്റെ കൂടെയുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ സൗഹൃദവും മറ്റൊക്കെ പുതുക്കാനായിട്ട് ശ്രമിക്കുകയാണ്.
ഈ നമ്മുടെ ആബി ആണെന്നുണ്ടെങ്കിലും മറിച്ചൊന്നും പറഞ്ഞില്ല. അവളും ഇവനും കൂടി പോയി പാർക്കിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെനാൻ്റെ ഭാഗ്യമാണ് നീ, അവനിപ്പോഴും നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, പക്ഷേ പലർക്കും ഇപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കയറി പിടിക്കാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആബി അവിടെ നിന്നും പോവുകയാണ്. സിറ്റിയിലുള്ള എല്ലാവർക്കും ഇപ്പോൾ പേടിയാണ്. അതായത് ഈ ഒരു ക്യൂവേർഡ് ആയിട്ടുള്ള ആളുകൾ ഇനിയും ഈ ഒരു മെയ്സ് വൈറസ് പരത്താനായിട്ട് അല്ലെങ്കിൽ ഇനിയും ഔട്ട് ബ്രേക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തും ഇപ്പോൾ സമരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ സെനാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഒരു സോംബിയോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൻ്റെ ബ്രേക്ക് ടൈം ആയപ്പോൾ അവൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം കോണറാണെന്നുണ്ടെങ്കിൽ ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അലയൻസ് കുറച്ചും കൂടി ഒന്ന് പുതുക്കാനായിട്ട്, അതായത് സംഘടന. അപ്പോഴാണ് നമ്മുടെ സെനാൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു സോൾജർ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നത് കാണുന്നത്. അവന് പിന്നാലെ പോയി നോക്കുകയാണ്. അവിടെ ഒരുപാട് സെല്ലുകളിലായിട്ട് പലതരത്തിലുള്ള സോംബികൾ ഉണ്ടായിരുന്നു. സെനാൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു സെല്ലിലെ സോംബി സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരു സോൾജർ ഇപ്പോൾ ബലാത്സംഗം ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ സോംബി സ്ത്രീ അവിടെ നിന്ന് ഓടി പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴേക്കും പട്ടാളക്കാരൊക്കെ കൂടി ചേർന്നിട്ട് അതിനെ വെടിവെച്ചിടുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം പുറത്താണെന്നുണ്ടെങ്കിൽ സമരങ്ങൾ നല്ല തീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോണറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നടക്കുന്നത്, വാർത്തകളിലും മറ്റൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ടുപോകാന്നൊക്കെയാണ് കോണറും സംഘവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി സെനാനെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മുടെ കോണറും സെനാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആളുകളും ചേർന്നിട്ട് ഒരു കലാപം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് കുപ്പി ബോംബുകളും മറ്റൊക്കെ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹൗസുകൾക്ക് നേരെയും, അതായത് ഇങ്ങനെ ക്യൂവേർഡ് ആയിട്ടുള്ള ആളുകളുടെ ഹൗസല്ല, അല്ലാത്ത സാധാരണ ജനങ്ങളുടെ വീടുകളും മറ്റൊക്കെ ആക്രമിക്കാനായിട്ട് നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അറിയാതെ ഒരു സോൾജിയർ ഇവരുടെ കയ്യാലെ മരണപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം ഒന്നും അറിയാത്ത പോലെ സെനാൻ നേരെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു TV വാർത്തയിൽ ഒരു സോൾജിയർ കൊല്ലപ്പെട്ട വിവരം ഇവൻ അറിയുന്നത്. അതോടുകൂടി സെനാനെ പേടിയാവുന്നുണ്ട്. കോണർ നേരിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. അതായത് ഒരു ആളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു സെനാൻ്റെ അടുത്ത് ഇവൻ പറയും, അതനുസരിച്ച് ഇവൻ ചെയ്യും. ഇപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഈ ഒരു സോംബി രോഗം വന്ന് മാറിയവരുടെ പാർട്ടിയൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോണർ അവരുടെ ഒരു നേതാവായിട്ട് മാറിയിട്ടുമുണ്ട്. ഇതേ സമയം ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ സെനാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ആ ഒരു ഡോക്ടറുടെ അടുത്ത് ഈ ഒരു സോംബി സ്ത്രീയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന സെനാനാണെന്നുണ്ടെങ്കിൽ ആബി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരാതി പറയുകയാണ്. അതായത് നീ എത്ര ദിവസമായി എൻ്റെ അടുത്ത് മിണ്ടിയിട്ട് കൊച്ചിൻ്റെ അടുത്ത് നീ മിണ്ടുന്നില്ല, എന്താ കാരണം, നീ എനിക്ക് ആ രോഗം വന്ന് മാറിയതല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ സെനാനും ഒരു ദിവസം അവരുടെ കൂടെ ചിലവഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ലൂക്ക് കൊണ്ടുപോകാറുള്ള ആ ഒരു വലിയ മരനിരകൾക്കിടയിലേക്ക് ഈ കുഞ്ഞിനെയും അതുപോലെ തന്നെ ആബിയും കൂട്ടിയിട്ട് അവൻ പോവുകയാണ്. ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത്രയും ഉയരത്തിൽ നിന്ന് ആ ഒരു സിറ്റി കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷേ ആ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ പോലും പറ്റില്ല, അത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കോണർ കയറി വരുന്നത്. എന്നിട്ട് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. അതായത് ലൂക്കിനെ കൊന്നത്, നമ്മുടെ ആബിയുടെ ഭർത്താവിനെ കൊന്നത് ഇവനാണെന്ന് നമ്മുടെ കോണർക്ക് അറിയാം. ആ കാര്യങ്ങൾ പുറത്ത് പറയും എന്നുള്ള രീതിയിൽ നീ എന്താ അങ്ങോട്ടേക്ക് വരാത്തത്, അതായത് ഇവൻ്റെ സംഘടനയിലേക്ക് ഇപ്പോൾ നമ്മുടെ സെനാൻ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല ആ ഒരു സോൾജറിൻ്റെ മരണത്തിന് ശേഷം. ഇനിയും നീ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആബിയുടെ അടുത്ത് ഈ കാര്യം പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സെനാനാണ് ആബിയുടെ കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴും ഈ ഒരു കോണറിൻ്റെ ആ ഒരു സംഘടനയിലേക്ക് നമ്മുടെ സെനാൻ പോകുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ആബിയുടെ അടുത്തേക്ക് ആ ഒരു റീഹാബിലിറ്റേഷൻ ഓഫീസറായിട്ടുള്ള കാൻഡർ വരികയാണ്. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അതായത് കോണറിനെയും സെനാനെയും എനിക്ക് ഒരു കൊലപാതകത്തിൽ സംശയമുണ്ട്. അതായത് ഈ ക്യൂവേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ടെലിപ്പത്തിക് മാനറുണ്ട്. അതിൽ ഒരാൾ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും മറ്റേയാൾ പ്രവർത്തിക്കുക. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിരിക്കും ഇവർ 2 പേരും. അതുകൊണ്ട് ഇവരെ ഒന്ന് സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഓഫീസർ അവിടെ നിന്ന് പോകുന്നത്. ആബി ഒരു മാധ്യമപ്രവർത്തകയായതുകൊണ്ട് തന്നെ വീഡിയോ ക്യാമറ എടുത്തിട്ട് ഈ ഒരു സംഘടനയെ പറ്റിയിട്ട് പഠിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഫൂട്ടേജ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഒരു ബിൽഡിങ്ങിൽ മൊത്തം ഈ സംഘടനയുടെ ആൾക്കാരുണ്ടായിരുന്നു. പെട്ടെന്ന് അവർക്ക് ഇവൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് അതിലൊരു സ്ത്രീ വന്നിട്ട് ഇവളെ പിടിച്ചിട്ട് നമ്മുടെ കോണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കോണറാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പൂട്ടുമെന്ന് ഇവൾക്ക് ഉറപ്പായപ്പോൾ ഇവളവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ ഈ ക്യൂവേർഡായിട്ടുള്ള ആ സംഘടനയിലുള്ള എല്ലാ ആളുകളും ഇവളുടെ പിന്നാലെ ഓടുകയാണ്. ഒരുവിധം അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടറാണെന്നുണ്ടെങ്കിൽ CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ
നേരത്തെ സോംബി രോഗം വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ സ്വഭാവം കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി അത് കണ്ടിട്ട് അടുത്തേക്ക് പോയതും അവരുടെ സ്വഭാവം ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സോംബി സ്ത്രീ ആക്രമിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാർഡ്സ് വന്നിട്ട് ആ സ്ത്രീയെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. കോണർ എത്ര തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടും നമ്മുടെ സെനാൻ ആ ഒരു ക്യുവേർഡിൻ്റെ സംഘടനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർ 3 പേരും വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ്. അപ്പോഴാണ് വീടിന് പുറത്ത് ആരോ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇവർ ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ അവിടെ ആരും തന്നെ കാണാനില്ല. നീ അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആബിയെ അവൻ അകത്തേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നുണ്ട്. നമ്മുടെ സെനാൻ്റെ തലക്കിട്ടിട്ട് ഒരടിയും കിട്ടുന്നുണ്ട്. ശേഷം പോലീസുകാരൊക്കെ വന്നിട്ട് ഇവൻ്റെ മൊഴിയും മറ്റൊക്കെ എടുക്കുന്നുണ്ട്. അത് ചെയ്തത് കോണറാണെന്ന് നമ്മുടെ ആബിക്ക് ഉറപ്പായിരുന്നു. അതായത് നമ്മുടെ ആബി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ഫൂട്ടേജ് ക്യാമറയും മൊത്തം തല്ലി പൊട്ടിച്ചിട്ടാണ് ഈ കോണറും സംഘവും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം തന്നെ കോണറിൻ്റെ അടുത്തേക്ക് സെനാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ കോണർ ഒന്നും അറിയാത്ത പോലെയാണ് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇതേ സമയം ക്യൂവേഡായിട്ട് ആ ഒരു സംഘടനയിലേക്ക് ഇപ്പോൾ ഡോക്ടറും വന്നു ചേർന്നിട്ടുണ്ട്. അതായത് ആ ഒരു വയസ്സായ സോംബി സ്ത്രീയെ വെടിവെക്കരുതെന്ന് പട്ടാളക്കാരുടെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞിരുന്നെങ്കിലും അവരാരും തന്നെ കേട്ടിരുന്നില്ല. അങ്ങനെ ഈ ഒരു ഡോക്ടറും ഇപ്പോൾ ഇവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. സെനാനും ഇപ്പോൾ ഈ ഒരു ക്യൂവേഡ് അലയൻസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഘടനയിലേക്ക് വരേണ്ട അവസ്ഥയാണ്. അതിനിടയ്ക്ക് ഇവരുടെ സംഘടനയിൽ നിന്ന് ഒരുത്തൻ പുറത്തേക്ക് പോയപ്പോൾ അയാളെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരുത്തൻ വന്നിട്ട് അടിയോടടി. അതിനുശേഷം നമ്മുടെ ആബി ഇപ്പോൾ പാർക്കിലിരിക്കുമ്പോൾ കോണർ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സെനാനുമായിട്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, അവനിപ്പോൾ സംഘടനയിലേക്കൊക്കെ വരാറുണ്ട്, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആബിയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കോണർ. പോരാത്തതിന് തൻ്റെ ഭർത്താവായിട്ടുള്ള ലൂക്കിനെ ഇല്ലാതാക്കിയത് സെനാനാണെന്നും ഇവൻ പറയുന്നുണ്ട്. അതോടുകൂടിയിട്ട് ആബി ആകെ തകർന്നു പോവാണ്. അതിനുശേഷം സെനാൻ്റെ അടുത്ത് ആ സംഘടനയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, ഇന്ന് രാത്രി നിങ്ങളെ കാണാനായിട്ട് കോണർ വരും, ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെനാൻ ഒരു പണി ചെയ്തു. ഇപ്പോൾ കോണർ ഒരു പിടികിട്ടാ പുള്ളിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റീഹാബിലിറ്റേഷൻ ഓഫീസറെ അവൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു സ്ഥലത്ത് അയാൾ ഇന്ന് രാത്രി വരുമെന്ന്. ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സെനാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ പെട്ട് നിൽക്കുകയാണ്. കാരണം ആബി അവളുടെ ഭർത്താവിനെ കൊന്നത് നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സെനാൻ ആബിയുടെ അടുത്ത് പറഞ്ഞെങ്കിലും അവൾക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഭർത്താവിനെ കൊന്നത് നീ തന്നെയല്ലേ എന്നും പറഞ്ഞ് അവൾ ഗെറ്റ് ഔട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് മനം നൊന്നിട്ട് നമ്മുടെ സെനാൻ അവിടെ നിന്നും ഇറങ്ങി നടക്കുകയാണ്. കോണർ പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കോണർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ ഒരു റീഹാബിലിറ്റേഷൻ ഓഫീസർ അങ്ങോട്ടേക്ക് വന്നിട്ട് കോണറിനെ പിടികൂടുന്നത്. പക്ഷേ അതിബുദ്ധിമാനായിട്ടുള്ള കോണർ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുത്തിട്ട് ആ കാൻഡർ എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ ഓഫീസറെ തലക്കടിക്കുന്നു. അതോടുകൂടിയിട്ട് ആ ഓഫീസറുടെ കഥ കഴിയുകയാണ്. മറ്റു ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ സെനാനും കോണറും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അടുത്ത ദിവസവും സെനാൻ ഒന്നും അറിയാത്തവനെ പോലെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോണർ അവിടെ ഉണ്ടായിരുന്ന ക്യൂവേഡായിട്ടുള്ള എല്ലാ ആളുകളുടെ അടുത്തും ഈ ഒരു ഹോസ്പിറ്റൽ മൊത്തം അങ്ങോട്ട് തുറന്നു വിടാനായിട്ട്, അതായത് സോംബികളൊക്കെ ഒരുപാട് സെല്ലുകളുണ്ടെന്ന് ഇവർക്ക് അറിയാം, അത് മൊത്തം തുറന്നു വിട്ടിട്ട് ഈ നാട് മൊത്തം ഇനി സോംബി വൈറസ് മൊത്തം വ്യാപിക്കട്ടെ എന്നാലേ അവർ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് ആ സെല്ലിൻ്റെ ഡോറുകളൊക്കെ അൺലോക്ക് ചെയ്യുകയാണ്. ഈ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവന്മാരുടെ ഈ സംഘടനയിൽ കൂടിയിട്ട്. ഇവന്മാർ ഭ്രാന്തന്മാരാണെന്ന് അറിഞ്ഞപ്പോഴേക്കും എല്ലാം വൈകി പോയിട്ടുണ്ടായിരുന്നു. സെനാനെ ആരും തന്നെ ഉപദ്രവിക്കുന്നില്ല. അതായത് ഈ സോംബികളെ സെല്ലൊക്കെ തുറന്നപ്പോൾ സോംബികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, സെനാനെ പിടിക്കുന്നേ ഇല്ല. കാരണം അവൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ആ ഒരു സോംബി വൈറസ് ഉണ്ടല്ലോ. ഈ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഡോർ ഒരു വലിയൊരു വണ്ടി കൊണ്ടുവന്ന് തകർക്കുന്നുണ്ട്. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലിലേക്ക് പോയി നോക്കുമ്പോൾ സെനാൻ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോംബി രോഗമൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ഇവരുടെ അടുത്ത് പെരുമാറുന്നുണ്ട്. ഡോക്ടർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടുന്നില്ല. ആ ഒരു സ്ത്രീയെ സോംബികൾ വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്. വീണ്ടും ഈ ഒരു സ്ത്രീയിലേക്ക് ആ ഒരു സോംബി വൈറസ് പരക്കുകയാണ്. അതേസമയം ആബി ആണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പട്ടാളക്കാരൊക്കെ വന്നിട്ട് ആളുകളൊക്കെ കയറ്റി കൊണ്ടുപോവാണ്, അതായത് പല റെഫ്യൂജി ക്യാമ്പുകളിലേക്ക്. ഇതേസമയം നമ്മുടെ സെനാൻ വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആബിയെയും കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ കോണർ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. കോണർക്ക് ഇവൻ ഈ ഒരു ക്യൂവേഡായിട്ടുള്ള ആളുകൾക്കുള്ള അതല്ലെങ്കിൽ ഈ സോംബികളുടെ ഒക്കെ ഒരു നേതാവ് പോലെയാണല്ലോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സോംബിയെ അവൻ വശീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെയൊക്കെ ഉപദ്രവിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സെനാൻ അങ്ങനെ അവൻ്റെ ആ ഒരു കുട്ടീനെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് ഈ ഒരു സോംബികളെല്ലാവരും തന്നെ അവനെ വളയുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് കോണറും വരുന്നുണ്ട്. ഒരു വണ്ടിയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ സെനാൻ. പക്ഷേ ഈ ഒരു കോണറാണെന്നുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ടവനായിരുന്നു. മറ്റു സോംബികളെ കൊണ്ട് സെനാനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ അടിയിൽ കിടക്കുന്നുമുണ്ട്. അങ്ങനെ ആർമിക്കാർ വന്നിട്ട് നമ്മുടെ കോണറിനെ വെടിവെച്ചിടുകയാണ്. അതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞു. ഇതേ സമയം നമ്മുടെ ആബി ആണെന്നുണ്ടെങ്കിൽ റെഫ്യൂജി ക്യാമ്പിലേക്ക് നിർബന്ധിച്ചിട്ട് അവളെ ഈ ആർമിക്കാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്. കാരണം അവളുടെ കുഞ്ഞിനെ രക്ഷിക്കണമല്ലോ. അങ്ങനെ ഇവൾ ഓടി ഓടി ഇപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട്. നഗരത്തിലൊന്നും ഒരു മനുഷ്യൻ
മനുഷ്യനെ കാണാനില്ല, സോംബികൾ മാത്രം. നോക്കുമ്പോൾ ഒരു ആർമി ഉദ്യോഗസ്ഥനോട് കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് എടുത്ത് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വന്നിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതൊരു സോംബി സ്ത്രീ ആയിരുന്നു. അപ്പം തന്നെ അതിനെ വെടിവെച്ചിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആരോ ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്നും ഒരു സ്ത്രീ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് ജീവനോടെ പോകുന്നത്. ആബി ഇങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ സെനാനും കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ നമ്മുടെ സെനാനോടുള്ള ആ ഒരു ദേഷ്യം അവൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു സോംബി വന്നിട്ട് ആ ഒരു കുട്ടിയെ കടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ കടി ഏൽക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ആബിയുടെ അടുത്ത് വീട്ടിൽ തന്നെ നിൽക്കാനായി പറയുകയാണ് സെനാൻ എന്നിട്ട് ഈ ഒരു കുട്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. കാരണം കുട്ടി വൈകാതെ തന്നെ സോംബിയായിട്ട് മാറും. ഈ ഒരു കുട്ടിക്ക് വാക്സിൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുമെന്നാണ് സെനാൻ പറയുന്നത്. അങ്ങനെ ആ ഒരു കുട്ടിയെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അതായത് 8,000-ലധികം ആളുകൾ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ ക്യൂർഡ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. അവർ പലരും ഇപ്പോൾ ഒളിവിലാണെന്നും ഈ ഒരു ഗവൺമെൻറ് അനൗൺസ്മെൻറ്റിലൂടെ പറയുന്നുണ്ട്. സിനിമയുടെ അവസാനത്തിൽ സെനാൻ ആ ഒരു കുട്ടിയെയും കൊണ്ട് ഒളിവിൽ താമസിക്കുന്നതാണ് കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇതിൽ നമുക്കിപ്പോൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അത് ന്യൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ചെയ്തിട്ടാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇനി ഏകദേശം 84 ദിവസമൊക്കെ കഴിഞ്ഞാലാണ് അത് താനെ പോവുള്ളൂ. അതുവരെ നമ്മൾ സേഫ് ആണെന്ന് ചോദിച്ചാൽ 2 സ്ട്രൈക്കും കൂടി വന്നാൽ പണി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സേഫാണ്, കുഴപ്പമില്ല. എന്നാലും എന്തെങ്കിലും കാരണവശാൽ സ്ട്രൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മൊത്തത്തിൽ പോവും. അപ്പോൾ ഇനി പിന്നീട് വീണ്ടും തുടങ്ങി വരിക അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വോയിസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതിലും നമ്മൾ വൈകാണ്ട് ഇനിയും വീഡിയോസ് ഇട്ട് വരുന്നതായിരിക്കും. നമ്മളതിൽ ന്യൂട്ടോപ്പിയ സീരീസിൻ്റെ ഒരു എപ്പിസോഡ് നമ്മളതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. 1 അല്ല 2 പിന്നീടുള്ളതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്, 1 മിനിറ്റ് വെച്ചിട്ട്. കാരണം സ്ട്രൈക്ക് കിട്ടുള്ള ആ ഒരു പേടി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.